ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകുമെന്ന് കേട്ടിട്ടേയുള്ളൂ. രേണു സുധീരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതാണെന്ന് വേണം പറയാൻ. കൊല്ലം സുധീരെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നത്. റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അഭിനയത്തിലേക്കും കടന്നിട്ടുണ്ട്. രേണു റീൽസും മോഡലിംഗും ചെയ്തു തുടങ്ങിയത് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സുധി മരണപ്പെട്ട കൃത്യസമയത്ത് തന്നെ രേണുവിലെ ബിസിനസ്സുകാരി ഉണരുകയും സ്വന്തം ഭർത്താവിന്റെ മരണത്തെ വിദഗ്ധമായി തന്നെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത ആളാണ് രേണു. എന്തിന്റെ പേരിലായാലും രേണു ഈ ചെയ്തതിനെ ന്യായീകരിക്കാൻ മലയാളികൾ കൂട്ടാക്കാത്തതോടുകൂടി രേണുവിനെതിരെ ഹേറ്റേഴ്സിന്റെ ഒരു കൂട്ടം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. സുധീര മരണശേഷം രേണു ചെയ്യുന്നതിനെ ന്യായീകരിക്കാൻ പറ്റില്ലെന്നും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ബോധമില്ലാതെ രേണു ഓരോന്ന് കാട്ടിക്കൂട്ടുകയും ചെയ്യുകയാണെന്നുമാണ് ആളുകൾ പറയുന്നത്. മാത്രമല്ല സുധീര മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നും ചിലർ പറയുന്നുണ്ട്. രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോയിൽ താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട്. രേണു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ പങ്കുവച്ച വീഡിയോയിലും ഈ വിമർശനമുണ്ട്. ഒരു ഭർത്താവ് മറ്റ് സ്ത്രീ ഒറ്റയ്ക്ക് കഴിയണം, അയാളെ ഓർത്ത് ജീവിക്കണം എന്നൊന്നും ഒരു നിയമവും ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല. പക്ഷെ അതിനും ഒരു അന്തസ്സുണ്ട് എന്നും റീച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടിയോ ആണെങ്കിൽ സുധിയുടെ ഭാര്യ എന്ന പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് നന്നായി വീഡിയോ ഇടാമെന്നും, പക്ഷെ ചേച്ചി ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഡ്രസ്സിന്റെ അളവ് കുറച്ചും മറ്റും വീഡിയോ ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത് ചേച്ചിയുടെ മകളെ കൂടി അല്ലേ എന്നുമാണ് ഒരാൾ ചോദിക്കുന്നത്. സുധിയുടെ മകൻ ഇപ്പോഴും അമ്മ എന്നാണല്ലോ നിങ്ങൾ വിളിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഓർത്തുകൂടെ? മാത്രമല്ല സുധി മരിക്കുന്നതിന് മുൻപ് ഫ്ലവേഴ്സ് ഷോയിൽ വന്നപ്പോൾ എന്ത് മാന്യമായ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ മടിക്കുന്നതിലെ ന്യായമാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്. രേണുവിനെ ആരോ നന്നായി പിരികേറ്റി വിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രജിത് കുമാർ പറഞ്ഞതുപോലെ ആണുങ്ങൾ അവരുടെ കാര്യം കഴിഞ്ഞാൽ മാറും. പക്ഷെ രേണു ഇപ്പോൾ കാണിക്കുന്ന ഈ വിവരക്കേടിന് രേണു തന്നെ മറുപടി പറയേണ്ടി വരും. ആളുകൾ അടുത്തു കൂടുമ്പോൾ എല്ലാവരും നല്ലതാണെന്ന് തോന്നും. എന്നാൽ അതെല്ലാം വെറും മിഥ്യാധാരണ മാത്രമാണ്. തന്റെ ജീവിതത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഒരാൾ ഇങ്ങനെ മാറുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകളുടെ മനസ്സിൽ നല്ല ഉദ്ദേശമൊന്നുമല്ല ഉണ്ടാവുക. എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. പരിധി വിട്ട് കളിച്ചാൽ അത് അധികമായി പോകും. ഭർത്താവ് വെച്ചാൽ സതിയൊന്നും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്തിനും ഒരു ലിമിറ്റ് വെക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ കലയെ ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാ ആളുകളും ആരാധിച്ചിരുന്ന ഒരു കലാകാരനായിരുന്നു സുധി. ഭർത്താക്കന്മാർ മരിച്ചുപോയ ഒരുപാട് ഭാര്യമാർ ഇപ്പോഴും ജീവിക്കുന്നുമുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പോസ്റ്റ് ഇട്ട് സ്വന്തം ഭർത്താവിനോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്ന് അറിയിക്കാനല്ല, മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയും. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് സ്വന്തം മനസാക്ഷിയോട് കൂടി ഒന്ന് ചോദിക്കുക. സ്വന്തം പേരിനോട് ആ പാവം കലാകാരന്റെ പേര് ചേർത്ത് നശിപ്പിക്കരുത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ.